എല്ലാവർക്കും ഡെഫി NFT മാർക്കറ്റ് പ്ലേസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു ഡെഫി NF മാർക്കറ്റ് പ്ലേസ്. നിരവധി പ്രൊജക്ടുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഡെഫി NFT മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. NFT യെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നോൺ ഫഞ്ചബിൾ ടോക്കൺ. നിരവധി NFTകളുടെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റില് നമുക്കൊരു കമ്മ്യൂണിറ്റിയിലൂടെ വളരെ നല്ല ഇൻകം നേടാൻ പറ്റും. ഇവിടെ ഒരു മണി റോളിംഗ് ഇല്ല. ഇവിടെ പല പല ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കാറുണ്ട്. അതിലൊക്കെ പല ആളുകൾക്കും കൈപ്പിന്റെ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിലൂടെ നിങ്ങൾക്ക് മധുരിക്കുന്ന ഒരു അനുഭവമായിരിക്കും ഡെഫി NFT മാർക്കറ്റ് പ്ലേസിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇന്ന് ഈ ഒരു പ്രൊജക്ട് തുടങ്ങിയിട്ട് 14 ദിവസമാണ് ആയിട്ടുള്ളൂ. കാരണം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ മാർക്കറ്റ് ഈ ഒരു പ്രോഗ്രാമിനെ എല്ലാവരും വളരെ ഹാപ്പിയായി സ്വീകരിച്ചു തുടങ്ങിയെന്നാണ് ഏറ്റവും വലിയൊരു സത്യം. ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ഈ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ ആളുകൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നിരവധി വലിയ വലിയ നെറ്റ്വർക്ക് ലീഡേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിന്റെ ബിസിനസ് പ്ലാൻ അത്ര യൂണിക്കാണ്, അത്ര ജെന്യൂൻ ആണ്. ഈ ഒരു പ്രോഗ്രാം 100% ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ 100% സ്മാർട്ട് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ള അതേ രീതിയിലാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചേരുന്ന ഒരു വ്യക്തിക്കും ഒരു പൈസ പോലും നഷ്ടപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓരോ ദിവസവും അവർക്ക് ലാഭങ്ങളാണ്. ആവറേജ് 3% പ്രോഫിറ്റ് ആണ് ഓരോ ദിവസവും നിങ്ങൾ ഏത് പാക്കേജ് ആണ് ബൈ ചെയ്യുന്നത് അതിന്റെ അക്കോർഡിംഗ്ലി ലഭിക്കുന്നത്. ഇവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടനോ എന്ന യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നാണ് സത്യം. ഇതുവരെ ചേർന്നിട്ടുള്ള ഒരാൾക്ക് പോലും നഷ്ടത്തിന്റെ കഥകൾ കാണില്ല. കാരണം ഇവിടെ ഒൺലി പ്രോഫിറ്റ് ആണ്. ഇന്നത്തെ ഡൊമൈൻ പേരാണ് DefiNFT.live. ഇവിടെ ഒരു പൈസ പോലും തേർഡ് പാർട്ടിക്ക് നമുക്ക് നൽകേണ്ടതില്ല. ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, സേഫ് വാലറ്റ്, അതുപോലെ തന്നെ ടോക്കൺ പോക്കറ്റ് മുതലായ ഏത് ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷനിലും OPBNB നെറ്റ്വർക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിൽ നമ്മുടെ ഫണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രം മതി. ഏത് സമയത്താണ് നിങ്ങൾ NFT പർച്ചേസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ വാല്യൂവിന് ഉള്ള തുക കൊടുക്കാൻ മാത്രം നമുക്ക് പെർമിഷൻ കൊടുത്താൽ മതി. നിങ്ങളുടെ വാലറ്റ് 100 കണക്കിന് അല്ലെ 1000 USDT കീപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു പൈസ പോലും ഇതിന്റെ ക്രിയേറ്ററിനോ ഒരു വ്യക്തിയും എടുത്തുകൊണ്ട് പോകത്തില്ല എന്നതിന് 100% ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും കമ്പനിയുടെ സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു വാലറ്റുമായിട്ട് നിങ്ങൾ ഡെഫി NFT കണക്ട് ചെയ്യരുത്. ഡെഫി NFT യൂസ് ചെയ്യുന്നതിന് ഫ്രഷ്ലി ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഏതൊരു വ്യക്തിക്കും എത്ര വാലറ്റുകൾ വേണമെങ്കിലും ഓരോ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, OPBNB നെറ്റ്വർക്ക് ആയിരിക്കണം എന്ന് മാത്രം. അത് ഫ്രഷ് ആയിട്ടുള്ള ഒരു വാലറ്റ് യൂസ് ചെയ്യുക. ഇവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ലാതെ, ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നടത്തുന്ന ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോം ആണ്. അതായത് വളരെ ക്ലിയർ ആയിട്ട് സ്മാർട്ട് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ളതാണ്. ഇതിന്റെ ക്രിയേറ്റേഴ്സിന് പോലും ഇവിടെ നിന്ന് ഒരു പൈസ പോലും നിങ്ങളുടെ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരിട്ട് വായിച്ചു നോക്കിയതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഉറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഒരു പൈസ പോലും നിങ്ങളുടെ ഇവിടെ നഷ്ടപ്പെടത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വാലറ്റിലും ഡെഫി NFTയുടെ വാലറ്റ് കണക്ട് ചെയ്യാതിരിക്കും. പ്രത്യേകിച്ച് ഫ്രഷ് ആയിട്ടുള്ള വാലറ്റ് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ഒരു ആളും നിങ്ങളുടെ ഒരു പൈസ പോലും ഇവിടുന്ന് തട്ടിക്കൊണ്ട് പോകില്ല. ഇവിടെ കീ ഫീച്ചേഴ്സിൽ പറഞ്ഞിരിക്കുന്നു ഡീസെൻട്രലൈസേഷൻ, നോ സിംഗിൾ അതോറിറ്റി കൺട്രോൾസ് ദ പ്ലാറ്റ്ഫോം. ഇതെല്ലാം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സ്മാർട്ട് കോൺട്രാക്ട്സ്, automate transactions with full transparent, low fees, more profit for creators and collectors, appreciation royalties, earn a percentage from every resale. അതുപോലെ തന്നെ seamless NFT and creation and listing. അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ OPBNBയുടെ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ നെറ്റ്വർക്കിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ക്രിയേറ്റഡ് ഡെഫി NFT ഓൺ OPBNB ബ്ലോക്ക് ചെയിൻ. ഇവിടെ നമുക്ക് OPBNBയുടെ നെറ്റ്വർക്കിലൂടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റുള്ള പല നെറ്റ്വർക്കുകളുണ്ട്. BEP20, അതായത് ബൈനാൻസിന്റെ സ്മാർട്ട് ചെയിനിൽ വർക്ക് ചെയ്യുന്നത്. ഇതും ബൈനാൻസിന്റെ തന്നെയാണ്. പക്ഷേ ഇത് ലേറ്റസ്റ്റ് ടെക്നോളജി പരമായിട്ട് വളരെ ലോ ആയിട്ടുള്ള ഒരു ഫീസ് ആണ് ഈ OPBNB നെറ്റ്വർക്കിൽ ഈടാക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ 14 ദിവസത്തെ എക്സ്പീരിയൻസിൽ പല ആളുകളും അനുഭവിച്ചറിഞ്ഞാണ്. കാരണം വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീസ് മാത്രമേ ഓരോ ട്രാൻസാക്ഷൻ ഈടാക്കുന്നു. ബൈനാൻസിന്റെ തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കേണ്ടതില്ല. OPBNBയുടെ നെറ്റ്വർക്ക് ബൈനാൻസിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിലും ആ നെറ്റ്വർക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ 5% അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഏതൊരു വ്യക്തിയും ഏതൊരു NFT വാങ്ങാൻ പറ്റും. ഇവിടുത്തെ NFT പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 26.25 മുതൽ 250 വരെ മാത്രമേ ഉള്ളൂ. 250 ആകുന്ന സമയത്ത് ആ NFT ബേൺ ആകും. ബേൺ ആയതിനു ശേഷം 250 NFT വാങ്ങിയ വ്യക്തി അവരുടെ ക്യാപിറ്റലും പ്ലസ്
അവർക്ക് പ്രോഫിറ്റും നൽകുന്നതാണ് നെക്സ്റ്റ് റീസെയിൽ നടക്കുമ്പോൾ. അത് എങ്ങനെയാണെന്ന് ലാസ്റ്റ് ഒരു സ്ലൈഡിൽ ഞാൻ കാണിക്കാം. അപ്പൊ അവസാനം വരെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി. ഡെഫി NFT സിസ്റ്റം വിൽ ബി റൺ ആസ് പെർ വൺ ഹോൾഡ് ആൻഡ് ഓൾ റിലീസ്. ഇതിന്റെ അർത്ഥം നമ്മുടെ ഒരു NFT ആദ്യമായിട്ട് ഒരു വ്യക്തി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർ ആദ്യം ബൈ ചെയ്യുന്ന ഒരു NFT ആദ്യ സമയത്ത് നോട്ട് ഫോർ സെയിൽ എന്ന ഒരു വാലറ്റിലായിരിക്കും അതിരിക്കുന്നത്. ഇത് സ്മാർട്ട് കോൺട്രാക്ടിനുള്ളിൽ തന്നെയാണ്, പക്ഷേ മറ്റാർക്കും അത് വിസിബിൾ അല്ല, സ്മാർട്ട് കോൺട്രാക്ടിനുള്ളിലാണ്. ഇനി സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്ന് ഞാൻ സ്മാർട്ട് കോൺട്രാക്റ്റും എന്റെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ വാലറ്റ് അഡ്രസ്സും തമ്മിൽ വ്യത്യാസമാണ്. കാരണം വാലറ്റ് അഡ്രസ്സ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ട് നമുക്ക് മുഴുവൻ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ വാലറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രമായിരിക്കും അതിനകത്ത് വരുന്നത്. അത് ഏത് എമൗണ്ട് ആണെന്നും ഇതിന് മുമ്പോട്ടുള്ള ഓരോ സ്ലൈഡിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റ് ഒരു വ്യക്തിയോട് ഇത് പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ. ഇനിയും ഇതിന്റെ 5% അപ്രീസിയേഷന്റെ കാര്യം പറയുന്നു. എക്സാമ്പിൾ ഞാൻ പറയാം. $100 5% എന്ന് പറയുന്നത് 5 ആണ്. $5. അപ്പൊ ഒരു $100 NFT ഒരാൾ പർച്ചേസ് ചെയ്യുമ്പോൾ $5 വില കൂട്ടിയാണ് വീണ്ടും റീസെല്ലിലേക്ക് പോകുന്നത്. അതായത് എക്സ്ട്രാ വരുന്ന ഒരു $5 അപ്രീസിയേഷൻ വരുന്നു. ആ ഒരു $5 മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അല്ലാതെ ഒരാളുടെയും ഒരു ക്യാപിറ്റലിന്റെ ഒരു പൈസ പോലും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ പോകുന്നില്ല. 5% അപ്രീസിയേഷനിൽ വാങ്ങുന്നു. അത് ആ വാങ്ങുന്ന വ്യക്തി അതിലും 5% വില കൂട്ടിയാണ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്കും ഇവിടെ ക്യാപിറ്റലിന്റെ ഒരു പൈസ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വരുന്നില്ല. 5% അഡീഷണൽ വരുന്നതിന് മാത്രമാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ. അതും 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ എല്ലാ കണക്കുകളും മുമ്പോട്ട് നമുക്ക് പഠിക്കാം. ഉദാഹരണം ഞാൻ പറയാം. ഏതൊരു വ്യക്തി ട്രേഡിംഗ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ പല ആളുകൾക്കും പേടിയാണ്. നമ്മളെ ഈ ഒരു സിസ്റ്റത്തിൽ മറ്റൊരാളെ റെക്കമെൻഡ് ചെയ്യുന്നു, അവര് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുന്നു. പക്ഷേ സിസ്റ്റം എന്തെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെ കണക്ക് പറയേണ്ടതായിട്ട് വരും, അല്ലെ നമ്മളോട് ചോദിക്കും എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഈ ഒരു സിസ്റ്റം റൺ ചെയ്യിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന്റെ എത്രമാത്രം മികവാണ്, അതിനനുസരിച്ച് ഇത് ലോങ് ടൈം റൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും. ഈ ഒരു സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു വ്യക്തിയും എക്സിറ്റ് ആകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. തന്നെയുമല്ല ഇതിന്റെ പ്ലാൻ ഒരു വളരെ മനോഹരമായിട്ടുള്ള ആൽഗോരിതത്തിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആണ്. ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ല. സ്മാർട്ട് കോൺട്രാക്റ്റിൽ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ്. അതിനെക്കുറിച്ച് നെക്സ്റ്റ് സ്ലൈഡിൽ വിശദമായിട്ട് പറയാം. ഇനി ഒരു ട്രേഡർ ആണ് വരുന്നത്, ഒരാളെ പോലും റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തി ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ അവരും ആദ്യ സമയത്ത് $15 സബ്സ്ക്രിപ്ഷൻ എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിൽ രജിസ്ട്രേഷൻ പോലും ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഡമ്മി ആയിട്ട് ഒരു ഐഡികൾ പോലും ഈ ഒരു സിസ്റ്റത്തിൽ വെക്കാൻ പറ്റത്തില്ല. ഓൺലി ജെന്യൂൻ ആയിട്ടുള്ള ആളുകൾ മാത്രം, ട്രേഡ് ചെയ്യുന്നവരെ മാത്രമാണ് ഈ സിസ്റ്റത്തിൽ ആവശ്യമുള്ളത്. അപ്പൊ ഓരോ പാക്കേജ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പാക്കേജിനെ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി ട്രേഡറിന് പ്രോഫിറ്റ് കിട്ടുന്ന ഞാൻ പറഞ്ഞു 5% അപ്രീസിയേഷനിലാണ് നമ്മൾ വാങ്ങുന്ന NFT വീണ്ടും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് $100 5% എന്ന് പറയുന്നത് 105 ആണ്. ഇനി $200 ഒരു NFT ആണ്. 5% അപ്രീസിയേഷൻ $10. അപ്പൊ $10 ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് യുവർ NFT ഈസ് സോൾഡ് അറ്റ് $10 അപ്രീസിയേഷൻ, അതായത് $200 ഒരു NFT അതിന്റെ 5% അപ്രീസിയേഷൻ ആയിട്ടുള്ള $10 വില കൂട്ടി $210 സെല്ലിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ $10 ആണ് ഈ ഒരു സിസ്റ്റത്തിൽ പുതിയതായിട്ട് വരുന്നത്. അപ്രീസിയേഷന്റെ എമൗണ്ട്, ആ ഒരു എമൗണ്ടിനെ മാത്രമാണ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അത് 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ഒരു ട്രേഡർ മാത്രമാണ് ഒരാളെ പോലും റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവർക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് ഈ 5% അപ്രീസിയേഷന്റെ 60%. എക്സാമ്പിളിന് പറയാം, $10 ആണ് അപ്രീസിയേഷൻ എങ്കിൽ അതിന്റെ 60% എന്ന് പറയുന്നത് $6. ആരാണോ ആ NFT ആദ്യം ബൈ ചെയ്തത് അദ്ദേഹത്തിനാണ് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് ആണ് ഡയറക്ട്ലി അദ്ദേഹത്തിന്റെ ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷന്റെ വാലറ്റിലേക്കാണ് എത്തുന്നത്. ഇവിടെ യാതൊരു വിഡ്രോവൽ സെക്ഷൻ ഇല്ല. നമുക്ക് ഒരു തേർഡ് പാർട്ടിക്ക് ഫണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല. ഫുള്ളി ഡീസെൻട്രലൈസ് സ്മാർട്ട് കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ പാക്കേജസിനെ കുറിച്ച് പറഞ്ഞു. സബ്സ്ക്രിപ്ഷൻ പാക്കേജ് എന്ന് പറയുന്നത് ഈ ഇവിടെ കാണുന്ന നീല കളറിലും കുറച്ച് വയലറ്റ് കളറിലും കുറെ സംഖ്യകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊരു വ്യക്തി ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നാലും $15 സബ്സ്ക്രിപ്ഷൻ എടുത്തു മാത്രമേ ഇതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏതൊരു വ്യക്തിക്കും ഡയറക്റ്റ് ആയിട്ട് ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്പോൺസറിന്റെ ത്രൂവിൽ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിൽ എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹത്തിലൂടെ അവരുടെ റെഫർ
റെഫറൽ ലിങ്ക് വാങ്ങുക. അതിനുശേഷം ഡീസെൻട്രലൈസ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, സേഫ് പാൽ പോലുള്ള ഏതൊരു ആപ്ലിക്കേഷന്റെ എക്സ്പ്ലോർ സെക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവർ സെക്ഷനിൽ ടച്ച് ചെയ്തതിനു ശേഷം അവിടെ മേളിലായിട്ട് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുന്ന ശേഷം സെർച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് കണക്ട് ആകും. രജിസ്ട്രേഷൻ ആയിട്ടുള്ള $15 നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ വാലറ്റിൽ കീപ്പ് ചെയ്യണം. അത് OPBNB നെറ്റ്വർക്കിലുള്ളതായിരിക്കണം. ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുന്നതിനും ചെറിയതായിട്ടൊരു ഗ്യാസ് ഫീ പോകുന്നുണ്ട്. OPBNB നെറ്റ്വർക്ക് ആകുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഫീസേ പോകത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരു മിനിമം $2 വാല്യൂവിലുള്ളതെങ്കിലും BNB ആഡ് ചെയ്തു. BNB നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ആണ് ഓരോ BNBയും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ബൈനാൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ BNB അല്ലെങ്കിൽ USDT കോമൺ ആണ്, എല്ലാ സ്ഥലങ്ങളിലും കോമൺ ആണ്. അതിനെ ഏത് നെറ്റ്വർക്കിലൂടെയാണ് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മറ്റൊരു വാലറ്റിലേക്ക് കൊണ്ടുപോകുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. കോമൺ ആയിട്ടാണ് USDT ആണെങ്കിലും കോമൺ ഒരേ ഒരു USDT ആണ് എല്ലാവർക്കും ഉള്ളത്. BNB ആണെങ്കിലും ഒരേ ഒരു BNB ആണുള്ളത്. പക്ഷേ ഏതൊരു നെറ്റ്വർക്കിലേക്കാണ് കൊണ്ടുവന്നത്, ബൈനാൻസിലാണെങ്കിൽ നമുക്ക് നിരവധി നെറ്റ്വർക്കുകൾ കാണാൻ പറ്റും. BNB സ്മാർട്ട് കോൺട്രാക്ട്, പോളിഗോൺ, മാറ്റിക്, ട്രോൺ, എത്തേറിയം, ഇതേപോലെ തന്നെ OPBNB, നിരവധി നെറ്റ്വർക്കുകളുണ്ട്. നമ്മൾ ഏത് വഴിയിലൂടെയാണ് കൊണ്ടുവന്നത് ആ വഴിയുടെ ഡിപ്പെൻഡിൽ അത് വർക്ക് ചെയ്യുന്നത്. അപ്പം പ്രത്യേകമായി ശ്രദ്ധിക്കുക, USDTയും BNBയും കോമൺ ആണ്. ഏത് നെറ്റ്വർക്കിലൂടെ കൊണ്ടുപോയി യൂസ് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അത് വർക്ക്. ഇനി ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന പാക്കേജുകളുടെ അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തി ചേർന്നാലും, പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും ഏതൊരു വ്യക്തിയും ഇവിടെ $15 സബ്സ്ക്രിപ്ഷൻ എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു സിസ്റ്റത്തിൽ എൻട്രി ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പണക്കാരനെന്നോ പാവപ്പെട്ടെന്നോ വ്യത്യാസമില്ല, അത്രയ്ക്ക് ഫെയർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. ഇനി $15 സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരു വ്യക്തിക്ക് ഒരു ദിവസം $250 വരെ ട്രേഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡേയിലും $250 ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും $250 വരെ ട്രേഡ് ഓരോ ദിവസവും ചെയ്യാൻ പറ്റും. ഈ എക്സാമ്പിൾ $15 സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരു വ്യക്തിയാണ്. അതായത് $250 സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, $250 ക്യാപ്പിംഗ് ഉണ്ട്. ഓരോ ദിവസവും ക്യാപ്പിംഗ് ലിമിറ്റ് മാറിക്കൊണ്ടിരിക്കും. രാത്രി 10:30 നമുക്ക് ക്യാപ്പിംഗ് ലിമിറ്റ് ചേഞ്ച് ആകുന്നത്. ഇനി നിങ്ങൾ ഓരോ ദിവസം ട്രേഡ് ചെയ്യുന്നു, 250 ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നത് $7.5 ആണ്. അതായത് 3% ആണ്. പക്ഷെ ഇവിടെ ഏതൊരു വ്യക്തി ലാസ്റ്റിൽ ബൈ ചെയ്യുന്ന ഒരു NFT നോട്ട് ഫോർ സെയിലായിരിക്കും, അത് സെയിലിലേക്ക് പോകില്ല, അതവിടെ ഹോൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ ഒരു NFTയുടെ വില ഏതാണോ നിങ്ങൾ ലാസ്റ്റ് ബൈ ചെയ്യുന്നത് ആ ഒരു വിലയിലൂടെ കിട്ടേണ്ട പ്രോഫിറ്റ് മാത്രം നിങ്ങൾക്ക് അന്നത്തെ ദിവസം കിട്ടിയെന്ന് വരത്തില്ല. നെക്സ്റ്റ് ഡേയിൽ നിങ്ങളുടെ പുതിയ ബൈയിങ് കപ്പാസിറ്റി നിങ്ങൾക്ക് കൂടുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഒരെണ്ണം ബൈ ചെയ്യുമ്പോൾ ഈ ഹോൾഡിൽ തലേ ദിവസത്തെ ഹോൾഡിൽ കിടന്നത് നെക്സ്റ്റ് ഇൻ സെയിലിലേക്ക് പോകും. ഇൻ സെയിൽ എന്ന് പറയാം മാർക്കറ്റിലേക്ക് വരും. ഇതിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ഡാഷ്ബോർഡാണ്. പിന്നീട് ഒരു ദിവസം അതിന്റെ ഫുൾ സ്ട്രക്ചർ ഞങ്ങൾ ലൈവായിട്ട് ചെയ്ത് കാണിക്കാം ഏതെങ്കിലും ഒരു ദിവസം. വളരെ സിമ്പിൾ ആണ്, വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ, വളരെ ഏതൊരു ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം $15 സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം $250 വരെ ക്യാപ്പിംഗ് ഉണ്ടെങ്കിൽ ഒരു ദിവസം മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $7.5 ആണ്, അതായത് 3%. അപ്പൊ നമ്മുടെ ഒരു NFT ഹോൾഡ് ആണെങ്കിൽ അതിന്റെ മൈനസ് ആകും. ഏകദേശം നമുക്കൊരു $6 മുതൽ $7 ഇടയ്ക്കുള്ള ഒരു പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് 250 ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് ട്രേഡിംഗ് ക്യാപിറ്റൽ നമുക്ക് കൂടുതലുണ്ട്. കാരണം നമുക്ക് തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ട, നമ്മുടെ സ്വന്തം വാലറ്റിലാണ് പൈസ വെക്കുന്നത്. അവിടെ നിന്ന് ഒരാൾ പോലും നിങ്ങളുടെ പൈസ അടിച്ചെടുത്തുകൊണ്ട് പോകത്തില്ല. നിങ്ങൾ ഏത് NFT ആണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അത്രയും എമൗണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പെർമിഷൻ കൊടുക്കേണ്ടത് ബൈ ചെയ്യുന്നതിന് വേണ്ടി. ഇനി നെക്സ്റ്റ് 15 ശേഷം നിങ്ങൾക്ക് 50 സബ്സ്ക്രിപ്ഷൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ $35 കൊടുത്താൽ പോരാ. പലരും ചോദിക്കാറുണ്ട് 50 ആകുമ്പോൾ 15 ശേഷമുള്ള 30 കൊടുത്താൽ മതി. അങ്ങനല്ല, നമ്മൾ 15 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 250 ആണ്. പിന്നീട് നമ്മൾ നെക്സ്റ്റ് $50 സബ്സ്ക്രിപ്ഷൻ ബൈ ചെയ്തെങ്കിൽ $500 വരെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ 15, 50, 100 എന്നൊക്കെ കാണുന്നത് 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിന്റെ ക്രിയേറ്ററിന് ഇതിന്റെ ഒരു നിശ്ചിത ശതമാനം പോകുന്നുണ്ട്. അത് നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ പ്രൈസ് അപ്രീസിയേഷൻ ആയിട്ടുള്ള 5% എടുക്കുന്നത് അതും 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. നിങ്ങളുടെ ഇനിഷ്യൽ ക്യാപിറ്റലിലെ ഒരു പൈസ പോലും ഡിസ്ട്രിബ്യൂഷന് പോകുന്നില്ല. അപ്പൊ ഇവിടെ 15 നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു, 250 വരെ. $50 $500 വരെ ഒരു ദിവസം ട്രേഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 250 ശേഷം പ്ലസ് 250 കൂടെ മാത്രമാണ് ആഡ് ആകുന്നത്. അല്ലാതെ നമുക്ക് 250 ശേഷം 500 കൂട്ടി 750 അല്ല എന്ന് മനസ്സിലാക്കുക. 250 ശേഷം 500ന്റെ ക്യാപ്പിംഗിലേക്ക് വരുമ്പോൾ ടോട്ടൽ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ 500ന്റെ ക്യാപ്പിംഗ് ആണ് ഡെയിലി ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അതിൽ കൂടുതൽ നിങ്ങൾക്ക് സമയമുണ്ട്, പ്രോഫിറ്റബിൾ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഓരോരുത്തരും വലിയ വലിയ പാക്കേജുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് $100 സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ക്യാപ്പിംഗ്, അതായത് ട്രേഡിംഗ് ക്യാപ്പിംഗ് ലിമിറ്റ് നിങ്ങൾക്ക് ഇൻക്രീസ് ആകും. ഓരോ ദിവസവും നിങ്ങൾക്ക് $1000 ട്രേഡ് ചെയ്യാൻ പറ്റും. $1000 ഫുള്ള് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം $30 വരെയാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്.
ട്രേഡിങ്ങിന്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് അഡീഷണൽ ബെനിഫിറ്റ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ $1000 ക്യാപ്പിംഗ് ലിമിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് $30 മാക്സിമം കിട്ടുന്നത്. അപ്പൊ ഞാൻ പറയും ഒരു NFT ലാസ്റ്റ് വാങ്ങുന്ന ഒരു NFT ഏറ്റവും ചെറിയ വാല്യൂലുള്ളതാണ് നിൽക്കുക. ഒരു $30 ആണെങ്കിൽ അതിനകത്ത് കിട്ടേണ്ട ഒരു ഇൻകം മാത്രമായിരിക്കും നിങ്ങൾക്ക് അന്നത്തെ കിട്ടാതെ വരുന്നത്. ഏകദേശം ഒരു 27 അല്ലെങ്കിൽ $28 നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. ഉദാഹരണത്തിന് നമുക്ക് ഒരു $28 നമുക്ക് 30 ടോട്ടൽ കിട്ടേണ്ടത്. പക്ഷെ ഒരെണ്ണം നമുക്ക് ഹോൾഡ് ഉണ്ടാവും. അപ്പൊ നമ്മള് $28 നമുക്ക് ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 28 ഇൻറ്റു ഒരു ഡോളറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 90 രൂപയാണ് ആവറേജ് നമുക്ക് കിട്ടും. 90 വെച്ച് നോക്കുമ്പോൾ $2520 ആണ്. സോറി, 2520 രൂപയാണ്, ഇന്ത്യൻ രൂപയാണ് നമുക്ക് ഒരു ദിവസം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്കുക, ഒരു ദിവസം 2520, നമ്മളൊരു $28 വില മാത്രമേ കൂട്ടുന്നുള്ളൂ. നമുക്ക് ഒരു ആവറേജ് 2500 രൂപ ഒരു ദിവസം കിട്ടുന്നുണ്ടെങ്കിൽ 2500 ഇൻറ്റു 30 ദിവസം നമുക്ക് എല്ലാ ദിവസവും ട്രേഡിംഗ് കപ്പാസിറ്റി വീണ്ടും റിന്യൂ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഒരു മാസം 75,000 രൂപ, ഏറ്റവും കുറഞ്ഞതാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്, 75,000 രൂപ നമുക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാൾക്കും പൈസ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല, ഒരു തേർഡ് പാർട്ടിക്ക് നമ്മൾ ഫണ്ട് കൊടുക്കുന്നില്ല, ഒരു സെൻട്രലൈസ് അതോറിറ്റി ഇല്ല. ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 1000 ക്യാപ്പിംഗ് ആണെങ്കിൽ ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ട്, കൂടുതൽ ട്രേഡ് ചെയ്യാനുള്ള സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം 200 അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഫുള്ള് $200 തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. 200 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് $2000 ആണ് ഒരു ദിവസം ട്രേഡ് ചെയ്യാൻ, മാക്സിമം ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 100-ന് 1000 കിട്ടും, 200-ന് 2000 ആകുമ്പോൾ ഒരു ദിവസം മാക്സിമം നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് $60. അപ്പൊ $60 നമ്മൾ പറഞ്ഞു ഏറ്റവും അവസാനം വാങ്ങുന്ന ഒരു NFT ഹോൾഡ് ഉണ്ടാവും. അതിന്റെ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. 60-ൽ ഒരു $2 മൈനസ് ചെയ്യാം. ചെറിയൊരു NFT ആണെങ്കിൽ $2 പോലും ഇല്ല. ഒരു 30 ആണെങ്കിൽ ഒരു 50 സെന്റ് പോലും നിങ്ങൾക്ക് അതിനകത്ത് കുറയുന്നില്ല. അപ്പം നമുക്ക് ഒരു $60 ആണ് മാക്സിമം ആ 2000 ക്യാപ്പിംഗിൽ കിട്ടുന്നത് എങ്കിൽ നമുക്കൊരു $58 കാൽക്കുലേഷൻ. 58 ഇൻറ്റു 90 രൂപ എന്ന് പറയുന്നത് 5220 രൂപയാണ്. നമ്മൾ $2 വരെ കുറച്ചു. കാരണം ഏതെങ്കിലും ചെറിയൊരു NFT ആണ് വാങ്ങുന്നത് പോലും $1 മാത്രമേ പ്രോഫിറ്റ് ലഭിക്കാതെ. കാരണം ഒരു 30 NFT ആണ് ലാസ്റ്റ് ബൈ ചെയ്യുന്നത് ഒരു ദിവസത്തെ ക്യാപ്പിംഗിൽ. എങ്കിൽ നമുക്ക് ഒരു $2 എങ്കിലും ആവറേജ് നമുക്ക് കുറച്ചെങ്കിൽ പോലും 2520 നമുക്കൊരു 5220, സോറി ഞാൻ പറഞ്ഞതിന് തെറ്റിപ്പോയി, എങ്കിലും $5220 നമുക്ക് കിട്ടുന്നത്. അതായത് $58 കാൽക്കുലേഷൻ ആണ് വെക്കുന്നത് 90 രൂപ വിലയിൽ. അപ്പൊ 5200 ആവറേജ് കൂട്ടാം. 5200 ഇൻറ്റു 30 ദിവസം, ഓരോ ദിവസവും ട്രേഡ് നിങ്ങൾക്ക് ഒരു ദിവസം, ഒരു മാസം കൊണ്ട് 1,56,000 രൂപ വരെ നേടാൻ പറ്റും. വെറും $2000 ക്യാപ്പിംഗ് ലഭിക്കുന്ന, അത് ഫുള്ള് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അത് ഫുള്ളായിട്ട് വിറ്റ് പോകുന്നുണ്ട് എങ്കിലാണ് ഈ കണ്ടീഷൻ പറയുന്നത്. ഇതുവരെ ഒരു ദിവസത്തിൽ കൂടുതൽ ഒരാളുടെയും ഹോൾഡ് ആയിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രം പറയുന്നത്. അപ്പൊ അത് ഒരു ഡൈനാമിക് ഡാഷ്ബോർഡിലൂടെ നമുക്ക് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. വളരെ വിസിബിൾ ആണ്. അത് ഏതൊക്കെയാണ് ക്യൂവിലുള്ളത്, സീനിയോറിറ്റി അനുസരിച്ച് ക്യൂവിൽ നിന്ന് എക്സിറ്റ് ആയി ഇൻസൈലിലേക്ക് വരുന്നുണ്ട്. പിന്നെ ടെക്നിക്കൽ സെഷനായിട്ട് ഏതെങ്കിലും ഒരു ദിവസം അതിന്റെ ഒരു നമുക്ക് സൂം എടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് 200, 2000 ഇനി $400 സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഇതും 100% ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഓർക്കണം. ഇനി $400 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2000 ഡബിൾ ആയിരിക്കും $4000 കിട്ടുന്ന പ്രോഫിറ്റ് എന്ന്. ഓക്കെ, 4000-ലാകുമ്പോൾ $120 വരെയാണ് ഒരു ദിവസം പ്രോഫിറ്റ് നേടാൻ പറ്റും. 120-നകത്ത് നമ്മൾ പറഞ്ഞ ലാസ്റ്റിലത്തെ ഒരു NFT നമ്മൾ അതിന്റെ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ട. അപ്പൊ ഒരു $2 വാല്യൂലുള്ളത് വിട്ട് കളയുന്നു. അപ്പം $18 ഒരു ആവറേജ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. എല്ലാം സെല്ലാകുന്നുണ്ട് എങ്കിൽ. എല്ലാം സെല്ലായിട്ടുണ്ട്. ഇതുവരെ എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ സെല്ലായ ചരിത്രമാണ് ഇതുവരെ കണ്ടത്. മുമ്പോട്ടുള്ള സമയത്ത് കമ്മ്യൂണിറ്റി കൂടുതൽ വരുന്നുണ്ട്. കൂടുതൽ ആളുകൾ പാക്കേജ് എടുക്കുന്നു. കൂടുതൽ ട്രേഡിംഗ് നടക്കുമ്പോൾ ഈ ഒരു ദിവസം എന്നുള്ളത് ഒരുപക്ഷെ 3-4 മണിക്കൂർ കൊണ്ട് തന്നെ സെല്ലായെന്ന് വരാം. പല ആളുകളും ചോദിക്കാറുണ്ട്, പല സിമിലർ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നിട്ട് ഇത് ആളുകളൊക്കെ കൂടുതൽ ബൈ ചെയ്ത് വെക്കുന്നുണ്ട്, അത് ഹാങ് ആയി, പിന്നെ അത് കൊളാപ്സ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഓരോ വ്യക്തികളും എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ NFT-യുടെ അക്കൗണ്ട്സ് കുറവാണ്, പക്ഷെ നമ്പർ ഓഫ് ട്രേഡ് വളരെ കൂടുതൽ. ഓരോരുത്തരും പാക്കേജുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതലാണ്. പല ആളുകളും പല പ്ലാറ്റ്ഫോമുകളെ കമ്പയർ ചെയ്ത് പറയാണ്ട് അവിടെയൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ബൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം എന്തെങ്കിലും കുറെ ദിവസങ്ങൾ 10, 14, 20 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അവിടെ ഒരു ബൈ ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങുന്നതൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. ഇതിന്റെ കാര്യം മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുക. ഈ ഒരു സിസ്റ്റത്തിന്റെ വർക്ക് മാത്രമാണ് നമ്മളിപ്പം പറയുന്നത്. മറ്റുള്ളതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. പലരും ചോദിക്കുമ്പോൾ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന്
പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ ഇവിടെ ഓരോ ദിവസവും നമുക്ക് ബൈയിങ് കപ്പാസിറ്റി റിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഇനി മെമ്പേഴ്സ് കുറവാണെങ്കിൽ പോലും ഈ ഒരു സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യും? കാരണം ഓരോരുത്തരും അവരുടെ ടൈമും കപ്പാസിറ്റി അനുസരിച്ച് കൂടുതൽ കൂടുതൽ പാക്കേജുകൾ എടുക്കുമ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് ഇവിടെ കൂടുന്നുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പൊ ഓരോരുത്തരും പിറ്റേ ദിവസം ആദ്യം വാങ്ങിയ ഒരാളുടെയാണ് നെക്സ്റ്റ് ഡേയിൽ അവർക്ക് വാങ്ങേണ്ടത്. അപ്പൊ ഓൾറെഡി ഉള്ളവരുടെ അന്നൊരു സെല്ലാകും. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല ലാഭമാണ് കിട്ടുന്നത്. ഒരു ദിവസം 3% വരെ പ്രോഫിറ്റ് ആണ് ഏറ്റവും ചെറിയ പാക്കേജ് മുതൽ കിട്ടിത്തുടങ്ങുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് $400 സബ്സ്ക്രിപ്ഷൻ ആണ്. 4000 ആണെങ്കിൽ $120 മാക്സിമം നമ്മൾ 118 കാൽക്കുലേഷൻ ചെയ്യുന്നു. ഇൻറ്റു 90 രൂപ. ഒരു ദിവസം 10,620 വരെ ഈ 400 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ലഭിക്കുന്ന റിയാലിറ്റിയാണ് പറയുന്നത്. അല്ലാതെ നമ്മളൊരു കണക്കുകൾ മാത്രമല്ല, ഇവിടെ ട്രേഡ് ചെയ്യുന്ന നിരവധി ആളുകളുടെ ഓരോരുത്തരും നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കും. 24 മണിക്കൂറിനുള്ളിൽ അവർ വാങ്ങുന്ന NFT വിറ്റു പോകുന്നുണ്ട്. കാരണം ഓരോ 24 മണിക്കൂറുകൾ കഴിയുമ്പോഴും എല്ലാവർക്കും വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി വരിക. അപ്പൊ നമുക്ക് 10,620 ഇന്ത്യൻ റുപ്പിയാണ് ഓരോ ദിവസവും കിട്ടുന്നത്. അപ്പൊ നമുക്ക് 10,620 ഇൻറ്റു 30 ദിവസത്തെ കാൽക്കുലേഷൻ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3,18,600 രൂപ ഓരോ മാസവും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരാളെ പോലും റെഫർ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും. ഇനി 600 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $6,000 വരെ നമുക്ക് ഡെയിലി ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു ദിവസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് $180 ആണ് മാക്സിമം. നമ്മൾ ലാസ്റ്റ് ഒരു NFT വില കുറയ്ക്കുന്നു. അപ്പം $178 ട്രേഡ് നടക്കുന്നു എന്ന് വെക്കും. നമ്മൾ വേണ്ട 175 ഇനി വലുതായിട്ട് വരുന്ന സമയത്ത് ചിലപ്പം ഏറ്റവും ചെറിയ NFT ചില സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ 175 കണക്ക് കൂട്ടുന്നു. 175 ഇന്ത്യൻ റുപ്യ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇൻറ്റു 90 എന്ന് പറയുന്നത് 175 ഇൻറ്റു 90 എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്യ അനുസരിച്ച് 15,750 രൂപയാണ്. അതായത് നിങ്ങൾ 600 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്, 6,000 ഡെയിലി ട്രേഡിംഗ് കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് ചില സെല്ലായി തീരുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് പറയുന്നത്. ഒരു ദിവസം 15,750 രൂപ വരെ. ഇനിയും 15,750 ഇൻറ്റു 30 ദിവസത്തെ കാൽക്കുലേഷൻ വെച്ച് കഴിഞ്ഞാൽ 4,72,500 രൂപയാണ്. ഇനി നമ്മൾ 800 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട്, നമുക്ക് സമയം കൂടുതലുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ട്രേഡിംഗിൽ ചെയ്യാൻ പറ്റും. നമുക്ക് $800 വരെ ഒരു ദിവസം ട്രേഡ് ചെയ്യാം. അപ്പൊ 8,000 എന്ന് പറയുമ്പോൾ ഓരോ 1,000 നമുക്ക് $30 വീതം കിട്ടുന്നുണ്ട്. 8,000 നമുക്ക് 240 ആണ് ഒരു ദിവസത്തെ പ്രോഫിറ്റ് എന്ന് പറയും. ഓക്കെ, $240 ഒരു ദിവസം നമുക്ക് ട്രേഡ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ട്രേഡർക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് 240 ആണ് ഫുള്ള്. നമുക്ക് ഒരെണ്ണം ഹോൾഡ് ഉണ്ടാവും. ലാസ്റ്റിൽ ഫുള്ള് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സെൽ ആയതിനു ശേഷം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഞാൻ ആവറേജ് കണക്കാണ് പറയുന്നത്. 800 സബ്സ്ക്രിപ്ഷൻ എടുത്ത് $800 ഡെയിലി ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 240 ആണ് മാക്സിമം നമുക്ക് USDT വാല്യൂ കിട്ടുന്നത്. നമുക്ക് ഒരു 235 കാൽക്കുലേഷൻ മാത്രം എടുക്കാം. $235 ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ 90 രൂപ റേറ്റിൽ നമുക്ക് ഏകദേശം 21,150 രൂപ ഇന്ത്യൻ റുപ്യ നമുക്ക് ഓരോ ദിവസവും പ്രോഫിറ്റ് എടുക്കാം. അപ്പൊ 21,150 രൂപ എന്ന് പറയുന്നത് 30 ദിവസത്തെ കാര്യം ചെയ്യുകയാണ്. ഇൻറ്റു 30 ഏകദേശം 6,34,500 6,34,500 ഓരോ ദിവസവും എടുക്കും. അത് നമ്മളെ 800 സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്കാണ്. ഇപ്പം 1000 സബ്സ്ക്രിപ്ഷൻ എടുത്ത നിരവധി ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഈ പ്ലാൻ. അപ്പൊ 1000 ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം $300 ആണ് മാക്സിമം എടുക്കാൻ പറ്റും. നമ്മൾ 300 ഒരു $5 കുറച്ച് 295 രൂപയുടെ കൂട്ടാം. $295. ഓക്കെ, $295 ഇൻറ്റു 90 രൂപ എന്ന് പറയുന്നത് 26,550 രൂപ ഓരോ ദിവസത്തെ വരുമാനമാണ്. 1000 സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരു വ്യക്തി നമ്മൾ ഒരു ഹോൾഡിംഗിന്റെ വില കുറച്ചു എങ്കിൽ പോലും നമുക്ക് 26,050 രൂപയാണ് കിട്ടുന്നത്. 26,550 ഇൻറ്റു 30 ദിവസം. നമുക്ക് എല്ലാ ദിവസവും ട്രേഡിംഗ് ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് ട്രേഡ് ചെയ്യാം. നമ്മൾ ബൈ ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു വ്യക്തി വാങ്ങിയത് സെല്ലിൽ വന്നു, അത് ക്യൂവിലായിരിക്കും. ഡൈനാമിക് ഡാഷ്ബോർഡിൽ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും. 5 NFT പടം കാണാൻ പറ്റും. അതിന്റെ വില അവിടെ കാണിക്കും. ഓൺ ദി സ്പോട്ട് പർച്ചേസ് ചെയ്യുക. നമ്മളെ ക്യാപ്പിംഗ് ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പൊ 10,000 ട്രേഡ് നടത്തി അദ്ദേഹത്തിന് ഒരു മാസം കൊണ്ട് ലഭിക്കുന്നത് 7,96,000. ചിന്തിച്ചു നോക്കുക, നമ്മുടെ സ്വന്തം പൈസ നമ്മുടെ സ്വന്തം വാലറ്റിൽ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നു. ഇതെല്ലാം സെല്ലാകുന്നുണ്ട്. ഇപ്പൊ 14 ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് ചെറിയ ചെറിയ NFT കൂടുതലുണ്ട്. നമ്പർ ഓഫ് ട്രേഡ്സ് വീണ്ടും കൂടുതലാണ്. അപ്പം 1000 സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നല്ല നമ്മൾ ആദ്യം പറയുന്നത്. ഏതൊരു വ്യക്തിയും പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഓരോ ചെറിയ സ്റ്റേജിൽ നിന്ന് തന്നെ വേണം മുകളിലേക്ക് വരാൻ. അപ്പം ഓരോ പാവപ്പെട്ടവനെയും പണക്കാരനാക്കാൻ പറ്റും
പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ തേർഡ് പാർട്ടിക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, നമ്മൾ ലാഭം എടുക്കും. വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഇനിയും ഇതിനൊക്കെ വലിയ പാക്കുണ്ട്. $1,500 പാക്കുണ്ട്, $2,500 പാക്കുണ്ട്. അതിനൊക്കെ കൂടുതൽ വരുവാനാണ്. നമുക്ക് തൽക്കാലം ഇനിയും ഇത് ട്രേഡേഴ്സിന്റെ ഇൻകം ആണ് പറയുന്നത്. അപ്പൊ ഓരോ അപ്രീസിയേഷന്റെയും 60% ഈ ട്രേഡർക്ക് കിട്ടുന്നത്, ട്രേഡ് ചെയ്യുന്ന അപ്രീസിയേഷൻ. അതിന്റെ 5% അപ്രീസിയേഷൻ ഉണ്ടാവും, അതിന്റെ 60%. ഇനി അടുത്തത് നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ ടൈപ്സ് ഓഫ് ഇൻകം പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഇൻകത്തിൽ 4 പ്രകാരത്തിലുള്ള ഇൻകം ആണ്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ ഡയറക്റ്റ് ഇൻകം, രണ്ടാമത് സബ്സ്ക്രിപ്ഷൻ ലെവൽ ഇൻകം, മൂന്നാമത് NFT ട്രേഡിംഗ് ഇൻകം, നാലാമത് NFT ട്രേഡിംഗ് ലെവൽ ഇൻകം. അങ്ങനെ 4 ഇൻകം ആണ് നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത്. NFT ട്രേഡിംഗ് ഇൻകം ഒരാളെ പോലും റെഫർ ചെയ്യാത്ത ഒരു വ്യക്തി, ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാത്രം വരുന്നു. അദ്ദേഹം ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾ കുത്തിയിരിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും അദ്ദേഹം ട്രേഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവര് വാങ്ങിയിരിക്കുന്ന NFTകൾ അദ്ദേഹം പിറ്റേ ദിവസം വാങ്ങുകയാണ്. അപ്പൊ പല ആളുകളും പറയും വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് കൊളാപ്സ് ആകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അദ്ദേഹം ഈ പൈസ എടുത്തുകൊണ്ട് എക്സിറ്റ് ആകുന്നില്ല. അദ്ദേഹത്തിന് കിട്ടുന്നത് ആ 5% അപ്രീസിയേഷന്റെ ഒരു ഇൻകം മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പം ഇവിടെ ഓരോരുത്തരും വലിയ വലിയ പാക്കേജ് എടുക്കുമ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ട്രേഡ്സ് ഓരോ വലിയ ഇൻവെസ്റ്റർ വന്നെന്ന് പറഞ്ഞാലും ഈ സിസ്റ്റം പെർഫെക്റ്റ്ലി കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ മുമ്പോട്ട്. ഇനിയും ട്രേഡിംഗ് ഇൻകത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനിയും നമുക്ക് 3 ഇൻകമാണ് നമുക്ക് മെയിൻ ആയിട്ട് പിന്നുള്ളത്. റെഫർ ചെയ്യുന്ന വ്യക്തി. നമ്മൾ സാധാരണ മൗത്ത് പബ്ലിസിറ്റികൾ നമ്മൾ ഒത്തിരി ചെയ്യാറുണ്ട്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ ട്വിറ്റർ, ഇതേപോലുള്ള പല പ്ലാറ്റ്ഫോമുകളുണ്ട്. യൂട്യൂബ്. ഇതിലൊക്കെ നമുക്ക് കൂടുതൽ ലീഡ്സ് കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ടീം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് അങ്ങനെ വേണമെങ്കിലും പ്രൊമോഷൻ ചെയ്യാം. മൗത്ത് പബ്ലിസിറ്റി നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അവരോട് പറയുക. കാരണം ഇത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരാൾക്ക് നഷ്ടം വരുന്നില്ല, തേർഡ് പാർട്ടിക്ക് പൈസ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രം മറ്റുള്ളവർ പറയും. നമ്മൾ ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഡീഷണൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അതായത് പാസീവ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നല്ലതെന്ന് തോന്നിയാൽ മാത്രം പറയും. നമ്മൾ സിനിമയാണെങ്കിലും ഹോട്ടലാണെങ്കിലും നമ്മൾ നല്ലതെന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും ഇത് അഴുക്കാണ്, അവിടെ ഇപ്പോൾ ഒരാൾ പോകത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. നല്ലതെന്ന് തോന്നിയാൽ മാത്രം പറയുക. ഇതിനെ അഴുക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾ ഒരാളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും കൂടുതൽ ആളിലേക്ക് ഷെയർ ചെയ്യും. ഒരു നെറ്റ്വർക്കും ചെയ്യാത്ത വ്യക്തിയും ഇതിലൊരു നെറ്റ്വർക്കർ ആകുന്നുണ്ട്. കാരണം ഇതിന്റെ ജെന്യൂനിറ്റി അത്രമാത്രമാണ്. തുടങ്ങിയതേ ഉള്ളൂ. 14 ദിവസം കൊണ്ട് മാർക്കറ്റ് ഏറ്റവും വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ട് ആണ് ഡെഫി NFT എന്നത്. അപ്പം ഇവിടെ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു $15, $50, $100 സബ്സ്ക്രിപ്ഷൻ പാക്കേജ്. ഓരോ സബ്സ്ക്രിപ്ഷന്റെയും 20% ആരാണോ സ്പോൺസർ അവർക്കാണ് കിട്ടും. ഓക്കെ, 20% ഓരോ സബ്സ്ക്രിപ്ഷന്റെയും. ഇനി സബ്സ്ക്രിപ്ഷൻ ലെവൽ ഇൻകം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷന്റെ കുറച്ച് എമൗണ്ട് 15 ലെവലുകളിലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ. അത് എത്രയാണ് പെർസെന്റേജ് അടുത്ത സ്ലൈഡിൽ. പിന്നെ NFT ട്രേഡിംഗ് ഇൻകം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി NFT ട്രേഡിംഗ് ലെവൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം കൂടി അഡീഷണൽ കിട്ടും. ഓരോ ദിവസവും നമ്മുടെ ടീമിലുള്ളവർ കൂടുതൽ ട്രേഡ് ചെയ്യുമ്പോൾ അതിന്റെ ചെറിയൊരു അംശം ഓരോ ട്രേഡിലും നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അത് 2/2 മാട്രിക്സിലൂടെയാണ് ഡിസ്ട്രിബ്യൂഷൻ. വളരെ വലിയൊരു ഇൻകം അങ്ങനെയും നേടാൻ പറ്റും. ഇനി അടുത്ത ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇൻകത്തിന്റെ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾ ഇൻകത്തിന്റെ ബ്രേക്ക് ഡൗൺ, സബ്സ്ക്രിപ്ഷന്റെ ബ്രേക്ക് ഡൗൺ. അതായത് സബ്സ്ക്രിപ്ഷൻ $15 മുതൽ $2,500 സബ്സ്ക്രിപ്ഷൻ പാക്ക്. നിങ്ങൾ ഏതൊരു വ്യക്തിയെ റെഫർ ചെയ്താലും അദ്ദേഹം വാങ്ങുന്ന പാക്കേജിന്റെ 20%, അദ്ദേഹം ഏത് സമയത്ത് അപ്ഗ്രേഡ് ചെയ്താലും നിങ്ങൾക്ക് 20%. ആരാണ് ഇമ്മീഡിയറ്റ് റെഫറൽ, ആരാണ് നിങ്ങളെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്, അദ്ദേഹത്തിന് 20% ലഭിക്കും. അത് മനസ്സിലായി. സബ്സ്ക്രിപ്ഷൻ ഡയറക്റ്റ് ഇൻകം. ഇനി അടുത്തത് 65% സബ്സ്ക്രിപ്ഷൻ ലെവൽ ഇൻകം. ഇത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് 15 ലെവൽ. 15 ലെവൽ വരെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന പെർസെന്റ് 65%. അപ്പം 60ഉം 65ഉം 20ഉം 85% ആ സബ്സ്ക്രിപ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ആകുന്നുണ്ട്. പിന്നീടുള്ള 15% ഇത്രയും മനോഹരമായിട്ടൊരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു ക്രിയേറ്റർ ഉണ്ടാവും. അവർക്കൊരു ഓണർഷിപ്പ് ഇല്ല ഇതിനകത്ത്. അവർ ഓൾറെഡി സ്മാർട്ട് കോൺട്രാക്റ്റിൽ എഴുതി ബ്ലോക്ക് ചെയിനിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ഓട്ടോമേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്ത ആ ക്രിയേറ്റർ ഓരോ സബ്സ്ക്രിപ്ഷന്റെയും 15% പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്കൊരു ഇൻകം ഓപ്പർച്യൂണിറ്റി തന്നു. അവർക്ക് 15% കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് ഓരോ ആളുകളും ഓരോ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ജോയിനിങ്ങിൽ അവർക്ക് 15% അതിന്റെ അക്കോർഡിംഗിൽ അവർക്ക് കിട്ടും. അപ്പൊ ഇവിടെ 100% ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 100% ഡിസ്ട്രിബ്യൂഷൻ ഇൻസ്റ്റന്റ്ലി ആണ്, അല്ലാതെ ഡിലേ ആയിട്ടല്ല. പിന്നീടുള്ളത് നമുക്ക് NFT ബൈയിങ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അതായത് ഓരോ NFTയും റീസെല്ലിന് പോകുന്നത് 5% അപ്രീസിയേഷനിലൂടെയാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 5% അപ്രീസിയേഷൻ. ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു $200 NFT 5% എന്ന് പറഞ്ഞാൽ $10 ആണെന്ന് ഞാൻ ആദ്യം പറയും. അപ്പൊ $10
ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇവിടെ ടോട്ടൽ ഉണ്ടാവും. $10 ആരാണോ NFT ഡോണർ അദ്ദേഹത്തിന് അതിന്റെ 60%, അതായത് $10 എക്സാമ്പിളിന് വേണ്ടിയാണ് $10 എന്ന് പറയുന്നത്, ഒരു റൗണ്ട് ഫിഗർ നമുക്ക് കാൽക്കുലേഷൻ. $10 60% എന്ന് പറയുന്നത് $6 ആണ്. അത് ആരാണോ NFT ആദ്യം പർച്ചേസ് ചെയ്ത് റീസെയിൽ ചെയ്തതിപ്പോ കിട്ടുന്ന ലാഭം $10 ആയി. അതിൽ $6 ആ NFT ഓണറിനായിരിക്കും. പിന്നീട് 20%, 60 പോയി കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ എത്ര, പിന്നീട് 40% ഉള്ളൂ. അതായത് $10 $6 പോയി, പിന്നെ $4 ബാക്കി. അതിൽ 20% എന്ന് പറയുന്നത് $2. 10ന്റെ 20% $2 NFT ട്രേഡിംഗ് ലെവൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ്. 15 ലെവലുകളിലെ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ 65% ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. പക്ഷേ NFT ട്രേഡിംഗിൽ അപ്രീസിയേഷനിൽ വരുന്ന ആ പ്രോഫിറ്റിന്റെ 20% 15 ലെവലുകൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതിന്റെ ചാർട്ട് വ്യത്യസ്തമാണ്. അതായത് സബ്സ്ക്രിപ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ പോലെ അല്ല NFT ട്രേഡിംഗ് ലെവൽ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ചാർട്ടിൽ അത് കാണിക്കാം. ഇനി ഇതിന്റെയും 10%, നമ്മൾ ആദ്യം പറഞ്ഞു $6, $10 ആ NFT ഡോണറിന് പോയി. $2 20 ലെവലുകൾ 15 ലെവലുകളിലേക്ക് കൊടുത്തു. ഇനി $1 ഇതിന്റെ സിസ്റ്റം ക്രിയേറ്റ്, ഇവിടെയും 15% സിസ്റ്റം ക്രിയേറ്ററിന് പോകുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ഓരോ ട്രേഡിലും 10% ഇതിന്റെ സിസ്റ്റം ക്രിയേറ്ററിന് പോകും. ഓക്കെ, പിന്നീട് ഉള്ളത് എത്ര, $9. പിന്നീടുള്ള 10% എന്ന് പറയുന്നത് $1. 10ന്റെ ആവറേജ് വെച്ച് നോക്കിയിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്, മനസ്സിലാക്കുക. 10% NFT ക്രിയേറ്റ് ഒബ്ലിക്ക് ബേണിംഗ് വാലറ്റ്, NFT ക്രിയേഷൻ നടക്കണം. കാരണം $250 വാല്യൂ ആകുമ്പോൾ NFT ബേൺ ആകും. ബേൺ ആയതിനു ശേഷം 10 പുതിയ NFTകൾ ക്രിയേറ്റ് ആകും. $25 വാല്യൂലുള്ള 10 NFTകൾ ക്രിയേറ്റ് ആകും. പക്ഷേ ലിസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ലിസ്റ്റിംഗ് എന്നാണ് അവർക്ക് അലോട്ട് ആകുന്നത്. ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 26.25. $250 NFT പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 10 NFTകൾ അഡീഷണൽ ക്രിയേഷൻ ചെയ്യും. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ബേണിംഗ് നടക്കുകയാണ്. 250ന്റെ ബേണിംഗ് നടക്കുമ്പോൾ ആ ഒരു വാലറ്റിലേക്ക് നമ്മളിപ്പോ ഇതിന്റെ കോൺട്രാക്ട് ചെക്ക് ചെയ്യുമ്പോൾ 007 എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് അഡ്രസ് ആണ്. ആ അഡ്രസ് നമുക്ക് OPBNB നെറ്റ്വർക്ക് കയറി സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഓരോ ദിവസവും ചെറിയ ചെറിയ എമൗണ്ടുകൾ അവിടെ വരുന്നുണ്ട്. ഈ ഒരു എമൗണ്ട് ആണ് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ആ വാലറ്റിൽ നിന്ന് ഓട്ടോമാറ്റഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ അടുത്ത ചാർട്ടിൽ കാണിക്കാം. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. ഈ 10% ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷെ ഈ 10% ആവശ്യമുള്ള ബേണിംഗിന്റെ യൂസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ഇതിന്റെ ക്രിയേറ്റ് കൊണ്ടുപോകാം. അതെന്റെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതിനകത്ത് വരുന്ന ഈ ഒരു 10% NFT ക്രിയേറ്റ് ബേണിംഗ് വാലറ്റിൽ വരുന്നത് മാത്രമേ അഡീഷണൽ ആയിട്ട് ഈ സിസ്റ്റം ക്രിയേറ്ററിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളോട് ഒരു മലയാളി ആരോ ഒരു പ്ലാറ്റ്ഫോമിനെ കമ്പയർ ചെയ്ത ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതിനകത്ത് ബാലൻസ് ക്യാൻ എഡിറ്റ് ക്രിയേറ്റർ എന്ന് ക്ലിയർ ആണ്. അദ്ദേഹം ആ വീഡിയോ കാണിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സംഭവത്തെ ക്ലിയർ എഴുതി വെച്ചിട്ടുള്ളതാണ്. ബാക്കി ഒന്നിനകത്ത് ആ കമ്പയർ ചെയ്ത വ്യക്തിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇത് വരുന്ന ഒരു എമൗണ്ട്, ഇവിടെ ഒരു $100 ഉണ്ടെങ്കിൽ അതിന്റെ $50 വേണമെങ്കിൽ അവർക്ക് എടുക്കാം, അത് എഡിറ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ട്. ക്ലിയർ എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു $1000 ഉണ്ടെങ്കിൽ അതിനകത്ത് 500, 600, 700 വേണമെങ്കിൽ അവർക്ക് എടുത്തുകൊണ്ട് പോകാം. അവിടെ ആവശ്യമുള്ള ബേണിംഗ് വാലറ്റുള്ള ഫണ്ട് മാത്രം അവിടെ വെച്ചാൽ മതി. അപ്പൊ അത് അവിടെ നിന്ന് ഓരോ ദിവസം അവർക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ അടുത്ത പേജിലേക്ക്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ബ്രേക്ക് ഡൗണിന്റെ എക്സാമ്പിൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അടുത്ത താഴേക്ക് വരാം. 100% ഡീസെൻട്രലൈസ്ഡ് ആൻഡ് ട്രാൻസ്പെറന്റ് പ്രോഗ്രാം ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു $250 വരെ മാത്രമാണ് ഒരു NFTയുടെ വില ഇൻക്രീസ് ആകുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഇതിന്റെ കോൺട്രാക്റ്റിൽ ഏറ്റവും ലാസ്റ്റ് എഴുതിയിട്ടുള്ള കാര്യത്തിലാണ് പറയുന്നത്, ക്രിയേറ്റർ കാൻ ഇൻക്രീസ് പ്രൈസ് വാല്യൂ ഓഫ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് ദ പ്രൈസ് വാല്യൂ ഓഫ് NFT എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ച് നോക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. അതിന്റെ അർത്ഥം കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കൂടുന്നുണ്ട്. കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ പാക്കേജുകൾ എടുക്കുന്നവർ വരുന്നുണ്ട്. അവർക്ക് കൂടുതൽ ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിൽ ഇതിന്റെ കമ്മ്യൂണിറ്റി കൂടുന്നതനുസരിച്ച് $25 ആണ് ഇപ്പോൾ ഉള്ളതിൽ NFTയുടെ വില എന്ന് പറയുന്നത്. 25 തൊട്ട് 250 ആകുമ്പോൾ വേണം. ഇനി ഫ്യൂച്ചറിൽ 25ന്റെ സ്ഥാനത്ത് 50ന്റെ NFT, 100ന്റെ NFT ഒക്കെ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ക്രിയേറ്ററിനകത്ത് ആഡ് ചെയ്യാം. ഇതിനകത്ത് എഴുതിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബ്ലോക്ക് ചെയിനിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇനി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, NFTയുടെ വില കൂടി NFTകളെ ലോഞ്ച് ചെയ്യിക്കാം. അത് മാത്രമാണ് ഇവർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത പേജിലേക്ക് പോകാം. 250ന്റെ ബേൺ ആയി കഴിയുമ്പോൾ 10 NFTകൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതെല്ലാം ഫുള്ളി സ്മാർട്ട് കോൺട്രാക്റ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് പറയേണ്ട കാര്യമില്ല. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സബ്സ്ക്രിപ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. സബ്സ്ക്രിപ്ഷന്റെ 20% സ്പോൺസറിനും സിസ്റ്റം ക്രിയേറ്ററിന് 15%, ബാക്കി 65% 15 ലെവലുകളിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിന്റെ PDF നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി 5% NFT പ്രൈസ് അപ്രീസിയേഷന്റെ ആണെങ്കിലും 100% ഡിസ്ട്രിബ്യൂഷൻ ആണ്. 60% അതിന്റെ NFT ഹോൾഡർ അല്ലെങ്കിൽ NFT ഓണറിന് പോവുകയും 10% സിസ്റ്റം ക്രിയേറ്ററിനും 10% ബേണിംഗ് വാലറ്റ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു.
പിന്നെ വരുന്ന 20% ആണ്, അത് 15 ലെവലുകൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ലെവൽ എന്ന് പറയുന്നത് 2x2 മാട്രിക്സ് ആണ്. ഏതൊരു വ്യക്തിയുടെയും ഈ ഒരു മാട്രിക്സിന്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ 2 പേര് മാത്രമേ അവിടെ ഫസ്റ്റ് ലെവലിൽ കാണത്തുള്ളൂ. പക്ഷേ നമ്മുടെ സബ്സ്ക്രിപ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ എത്ര പേരെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. അവരൊക്കെ നമ്മുടെ ഫസ്റ്റ് ലെവലുകളിൽ തന്നെ ആയിരിക്കും, എത്ര പേരെ വേണമെങ്കിൽ. പക്ഷേ ഇവിടെ സബ്സ്ക്രിപ്ഷന്റെ അല്ല, ഇവിടെ NFT-യുടെ പ്രൈസ് അപ്രീസിയേഷനിൽ വരുന്ന 20% ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2x2 മാട്രിക്സിലായി. 2x2 മാട്രിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ ഫസ്റ്റ് ലെവലിൽ 2 പേരായിരിക്കും, സെക്കൻഡ് ലെവലിൽ 4 പേര്, അതിന് 8, 16 എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ വരുമ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. ഫസ്റ്റ് ലെവൽ 20, ഇവിടെ നമുക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇവിടെ 25%, 10%, 10%, 5, പിന്നെ 4.5 വീതം അങ്ങനെയാണ്. ഇതെല്ലാം ഇൻസ്റ്റന്റ് ആണ്. ബ്ലോക്ക് ചെയിന്റെ ഒരു കൺഫർമേഷൻ മാത്രം ചില സമയങ്ങളിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതായത് OPBNB വളരെ ഫീസ് കുറവായതുകൊണ്ട് മറ്റുള്ള നെറ്റുകൾ കുറച്ച് സ്ലോയിലായിരിക്കും ഇതിന്റെ വർക്ക്. അപ്പൊ അത് നമുക്ക് ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, പിന്നീട് എല്ലാം ഇത് അപ്ഡേറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. ഇതിങ്ങനെ സിംഗിൾ ആണ്, ഒന്നിനെ കണക്റ്റഡ് ആയി താഴേക്ക്. ഇത് ലെഫ്റ്റ് ടു റൈറ്റ്, ടോപ്പ് ടു ബോട്ടം, ലെഫ്റ്റ് ടു റൈറ്റ് എന്ന രീതിയിലാണ്. ഓട്ടോഫിൽ ആണ്. നമ്മുടെ അപ്ലൈന്റെ വർക്കൗട്ടൊക്കെ നമ്മുടെ താഴെ വരാം. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ വരുമാനങ്ങളൊക്കെ നേടണം. അതായത് സബ്സ്ക്രിപ്ഷന്റെ ആണെങ്കിലും ഈ ലെവലൊക്കെ ആണെങ്കിലും ഈ വരുമാനമൊക്കെ നേടണമെങ്കിൽ മിനിമം ഒരു ഡയറക്റ്റ് റെഫറലെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 സെക്ഷനിലെ 3 ലെവലുകളിലെ വരുമാനം നമുക്ക് നേടാം. ഇനി നമുക്ക് 5 ഡയറക്റ്റ് റെഫറൽ ഉണ്ടെങ്കിൽ 15 ലെവലുകളിലെ വരുമാനം നമുക്ക്. ഇപ്പൊ ചോദിക്കില്ലേ 2 ഡയറക്റ്റ് റെഫറൽ ഉണ്ടെങ്കിലോ 3 ഡയറക്റ്റ് റെഫറൽ 4 ഡയറക്റ്റ് എങ്ങനെയാണ്? അതൊന്നും അവിടെ കൗണ്ട് വരില്ല. ഒരു ഡയറക്റ്റ് റെഫറലിന് 3 ലെവലും പിന്നീട് നേരെ 5 ഡയറക്റ്റ് ഉണ്ടെങ്കിൽ 15 ലെവലും. അപ്പോൾ ഓരോ വ്യക്തികളും മിനിമം 5 പേരെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എൻറ്റയർ ടീമിൽ 15 ലെവലിൽ നടക്കുന്ന വരുമാനം അവർ നേടാൻ എലിജിബിൾ ആവുന്നുണ്ടാവും.